ഇന്നത്തെ നമ്മുടെ സെഷനിൽ ഡിസ്കസ് ചെയ്യേണ്ടത് ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് പാർട്ടിക്കിൾ ആക്സിലറേറ്റർ വിച്ച് ഇസ് കോൾഡ് ആസ് സൈക്ലോട്രോൺ. പലതരത്തിലുള്ള പാർട്ടിക്കിൾ ആക്സിലറേറ്ററുകളുണ്ട്. ആ എല്ലാ പാർട്ടിക്കിൾ ആക്സിലറേറ്ററുകളിലും ഒരു ചാർജ്ഡ് പാർട്ടിക്കിളിനെ എടുത്ത് പറയണം. ചാർജ്ഡ് പാർട്ടിക്കിളിനെ ഇലക്ട്രിക് ഫീൽഡോ അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡോ അല്ലെങ്കിൽ രണ്ടും സൈമിൾട്ടേനിയസ് ആയിട്ടോ കൊടുത്തുകൊണ്ട് നമ്മളതിനെ ആക്സിലറേറ്റ് ചെയ്ത് ഒരു ഹയർ എനർജി ലെവലിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് എല്ലാ തരത്തിലുള്ള പാർട്ടിക്കിൾ ആക്സിലറേറ്ററിൻ്റെയും മെയിൻ ആയിട്ടുള്ള പർപ്പസ്. ഇപ്പം നമ്മൾ ക്യാൻസർ ട്രീറ്റ്മെൻറ്റിന് പാർട്ടിക്കിൾ ആക്സിലറേറ്റേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ലീനിയർ ആക്സിലറേറ്റർ ക്യാൻസർ ട്രീറ്റ്മെൻറ്റിന് യൂസ് ചെയ്യുന്നതാണ് ടു ഡിസ്ട്രോയ് ദ സെൽസ്. ദെൻ ബീറ്റാട്രോൺ, ഇലക്ട്രോണിനെ ആക്സിലറേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന പാർട്ടിക്കിൾ ആക്സിലറേറ്ററിനെയാണ് ബീറ്റാട്രോൺ എന്ന് പറയുന്നത്. അതുപോലെ ഒരു ടൈപ്പ് ഓഫ് പാർട്ടിക്കിൾ ആക്സിലറേറ്ററാണ് ഈ പറയുന്ന സൈക്ലോട്രോൺ എന്ന് പറയുന്നത്. അവിടെ നമ്മൾ കുറച്ചും കൂടെ ഹെവി ആയിട്ടുള്ള ചാർജ്ഡ് പാർട്ടിക്കിളിനെ, ഇപ്പോൾ ഇലക്ട്രോൺ പോലെയുള്ള ചെറിയ പാർട്ടിക്കിളിനെ, വളരെ മാസ് കുറവുള്ള പാർട്ടിക്കിളിനെ ഇത് വെച്ചുകൊണ്ട് ആക്സിലറേറ്റ് ചെയ്യാൻ പറ്റില്ല. സോ കുറേ കൂടെ ഹെവി എന്ന് പറയുന്നത് പ്രോട്ടോൺ, ആൽഫ പാർട്ടിക്കിൾ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഹെവിയർ ന്യൂക്ലിയസ്. അതുപോലെ ഇലക്ട്രോണിനേക്കാൾ ഹെവിയർ ആയിട്ടുള്ള പാർട്ടിക്കിളിനെ ആക്സിലറേറ്റ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സിസ്റ്റമാണ് ഈ പറയുന്ന സൈക്ലോട്രോൺ. ഇത് സൈക്ലോട്രോൺ എന്ന് പറയുന്ന എക്യുപ്മെൻറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ കണ്ടിട്ടുള്ള എക്യുപ്മെൻറ്റിൻ്റെ ആ ഒരു ഡയമെൻഷനിലല്ല മക്കളെ ഇത് വരുന്നത്. അതായത് ഇപ്പം ഞാനും സ്കൂളിൽ പഠിക്കുന്ന കാലത്തൊക്കെ വിചാരിച്ചിരുന്നത് ഇതൊരു ടേബിളിൽ അറേഞ്ച് ചെയ്തിരിക്കുന്ന ഒരു സിസ്റ്റമാണ്. ഈ സൈക്ലോട്രോൺ എന്ന് പറഞ്ഞാൽ അതൊരു ബിൽഡിംഗ് ആണ്, ഒരു വലിയ ഹ്യൂജ് സിസ്റ്റമാണ് ഈ പറയുന്ന സൈക്ലോട്രോൺ എന്ന് പറയുന്നത്. നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഏതാണ്ട് 2-3 ചെറിയ സൈക്ലോട്രോണുകളുണ്ട്. ഒന്ന് കൽക്കട്ടയിലാണ്. ഞാൻ പിന്നീട് MSc പഠിക്കുന്ന സമയത്ത് അത് പോയി കണ്ടിട്ടുള്ളതാണ്. കൽക്കട്ടയിൽ വാരിയബിൾ എനർജി സൈക്ലോട്രോൺ സെൻറ്റർ എന്ന് പറഞ്ഞിട്ട് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. അത് ഇതിനു വേണ്ടി ഫിസിക്സിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. പിന്നെ ബോംബെയിൽ ബാബ ആറ്റമിക് റിസർച്ച് സെൻറ്ററിലും ഇതുപോലൊരു ചെറിയ സ്മോൾ സ്കെയിൽ സൈക്ലോട്രോൺ ഉണ്ട്. ഇതുപോലൊരു വലിയ പാർട്ടിക്കിൾ ആക്സിലറേറ്ററാണ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ലാർജ് ഹാഡ്രോൺ കൊളൈഡർ എന്ന് പറഞ്ഞിട്ട്. എലമെൻ്ററി പാർട്ടിക്കിളിനെ കൊളൈഡ് ചെയ്യാൻ വേണ്ടി ബ്രിട്ടൻ, ഫ്രാൻസ്, സ്വിറ്റ്സർലൻഡ് ഈ 3 കൺട്രീസിലും കൂടെ ചേർന്ന് കിടക്കുന്ന ഒരു പാർട്ടിക്കിൾ ആക്സിലറേറ്ററാണ്. അതിൻ്റെ ടോട്ടൽ, അതൊരു സർക്കുലർ ഷേപ്പിലാണ് വരുന്നത്. അതിൻ്റെ ടോട്ടൽ പെരിമീറ്റർ വരുന്നത് 27 കിലോമീറ്ററാണ് ഒരു പാർട്ടിക്കിൾ ആക്സിലറേറ്ററിൻ്റെ. അപ്പോൾ അതുപോലെ പഴയ കാലങ്ങളിൽ നമ്മൾ പാർട്ടിക്കിളിനെ ആക്സിലറേറ്റ് ചെയ്യുന്നത് എങ്ങനെ എന്നുള്ള ഒരു തോട്ടിൽ നിന്ന് വന്നതാണ്. ലോറൻസ് ഫോഴ്സിൻ്റെ കൺസെപ്റ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ടാവുമല്ലോ. എങ്ങനെയായിരുന്നു? ഇലക്ട്രിക് ലോറൻസ് ഫോഴ്സിനെ പറ്റിയും പറഞ്ഞു, മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സിനെ പറ്റിയും പറഞ്ഞു. അപ്പോൾ ഒരു ചാർജ്ഡ് പാർട്ടിക്കിളിനെ നമ്മളൊരു ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡിലേക്ക് എക്സ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ ഇലക്ട്രോ മാഗ്നറ്റിക് ആണ്, അതിന് കിട്ടുന്ന ടോട്ടൽ ഫോഴ്സ് വരുന്നത് എത്രയാണ്? ദാറ്റ് ഈസ് ദ സം ഓഫ് ദ ഇലക്ട്രിക് ലോറൻസ് ഫോഴ്സ് ആൻഡ് ദ മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ്. ദാറ്റ് ഈസ് വാട്ട് വി ഡിസ്കസ്ഡ് earlier as the net force in an electromagnetic field is equal to EQ plus QVB sin theta. അപ്പോൾ അതാണ് ഇവിടെ ഈ സൈക്ലോട്രോണിൻ്റെ ബേസിസിൽ, സൈക്ലോട്രോണിൻ്റെ പ്രിൻസിപ്പിളായിട്ട് നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് സൈക്ലോട്രോൺ എന്ന് പറഞ്ഞാൽ ഒരു പാർട്ടിക്കിൾ ആക്സിലറേറ്ററാണ്. ഈ പാർട്ടിക്കിൾ ആക്സിലറേറ്റർ വർക്ക് ചെയ്യുന്നത് മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സിൻ്റെ പ്രിൻസിപ്പിൾ വെച്ചുകൊണ്ടാണ്. എങ്ങനെയാണ് അതിൻ്റെ വർക്കിംഗ് എന്നുള്ളത് നമുക്ക് കാണാം. അപ്പോൾ നമ്മൾ പഠിച്ചതാണ്, ആദ്യമേ മുമ്പത്തെ ക്ലാസ്സുകളിൽ കണ്ടതാണ്. ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡിൽ ഒരു ചാർജ്ഡ് പാർട്ടിക്കിളിനെ നമ്മൾ എക്സ്പോസ് ചെയ്താൽ അവിടെ അതിനെ എക്സ്പീരിയൻസ് ചെയ്യുന്ന 2 ഫോഴ്സുകൾ, ഒന്ന് ഇലക്ട്രിക് ലോറൻസ് ഫോഴ്സ് ഇസ് ഈക്വൽ ടു EQ ആണ്. അതുപോലെ തന്നെ മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് ഇസ് ഈക്വൽ ടു Q ഇൻറ്റു V ക്രോസ് B ആണ്. വെക്ടർ നൊട്ടേഷനിലാണ് ഞാൻ പറയുന്നത്. സോ ദ ടോട്ടൽ ഫോഴ്സ് F ഇസ് ഈക്വൽ ടു വെക്ടർ EQ പ്ലസ് വെക്ടർ Q ഇൻറ്റു V ക്രോസ് B. ഇതായിരിക്കും ടോട്ടൽ ഫോഴ്സ്. അപ്പോൾ നമുക്കതിനെ സ്കേലാർ നൊട്ടേഷനിൽ പറയുകയാണെങ്കിൽ, സപ്പോസ് ഇപ്പോൾ വെലോസിറ്റി വെക്ടറും മാഗ്നറ്റിക് ഫീൽഡും പെർപെൻഡിക്കുലർ ആണെങ്കിൽ നമുക്ക് സാധാരണ സെൻസിൽ അതിനെ എന്ത് പറയാം? F ഇസ് ഈക്വൽ ടു EQ പ്ലസ് QVB എന്ന് പറയാം. ടോട്ടൽ ഫോഴ്സ് പ്രൊവൈഡഡ് ദ ചാർജ്ഡ് പാർട്ടിക്കിൾ മസ്റ്റ് ബി ട്രാവലിംഗ് പെർപെൻഡിക്കുലർ ടു ദ മാഗ്നറ്റിക് ഫീൽഡ്. അങ്ങനെയാണെങ്കിൽ അതിന് കിട്ടുന്ന ടോട്ടൽ ഫോഴ്സ് ഇതാണ്. അപ്പോൾ ഈ ഒരു പ്രിൻസിപ്പിൾ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മളൊരു പാർട്ടിക്കിൾ ആക്സിലറേറ്ററിൻ്റെ കൺസെപ്റ്റിലേക്ക് കടക്കുന്നത്. അപ്പോൾ അതിന് കിട്ടുന്ന ഫോഴ്സ് നോക്കുമ്പോൾ EQ എന്ന് പറയുന്ന ഇലക്ട്രിക് ലോറൻസ് ഫോഴ്സ്, ഇറ്റ് നെവർ ഡിപ്പെൻഡ്സ് അപ്പോൺ എനി ഫാക്ടേഴ്സ് ഓഫ് ഓറിയൻറ്റേഷൻ, വെലോസിറ്റി ഓർ ആംഗിൾ. അത് ചാർജിൻ്റെ വാല്യൂലും ഇലക്ട്രിക് ഫീൽഡിലും മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുള്ളൂ. മാഗ്നറ്റിക് ഫീൽഡ് അങ്ങനെയല്ല. മാഗ്നറ്റിക് ഫീൽഡ് എന്തിൽ ഡിപ്പെൻഡൻസ് ഉണ്ട്? ഇറ്റ് ഈസ് സോൾലി ഡിപ്പെൻഡൻറ്റ് അപ്പോൺ ദ ക്രോസ് പ്രൊഡക്റ്റ് ഓഫ് V ആൻഡ് B. അപ്പോൾ ഈ ചാർജ്ഡ് പാർട്ടിക്കിൾ ട്രാവൽ ചെയ്യുന്നത് മാഗ്നറ്റിക് ഫീൽഡിന് പാരലൽ ആണെങ്കിൽ
it has no magnetic Lorentz force, and if it is traveling perpendicular to the magnetic field, it experiences maximum Lorentz force. And suppose if you are placing the charged particle at rest in the magnetic field, it experiences no magnetic Lorentz force. കാരണം ഇത് വെലോസിറ്റിയിലും ഡിപ്പെൻഡൻസ് ഉണ്ട്. റെസ്റ്റിലിരിക്കുകയാണെങ്കിൽ അതിന് എന്ത് മാത്രമേ കിട്ടുള്ളൂ? ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡ് വെച്ച് കഴിഞ്ഞാൽ if the charge is at rest, it experiences only electric Lorentz force. കാരണം മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ ഓൾറെഡി സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നതാണ്. ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ സ്റ്റേറ്റ് ഓഫ് ദ ചാർജ് ആസ് വെൽ ആസ് ദ ഡയറക്ഷൻ ഓഫ് ക്രോസ് പ്രൊഡക്റ്റ് ഓഫ് വി ആൻഡ് ബി. അപ്പോൾ ഇത് അതിന് കിട്ടാവുന്ന മാക്സിമം ലോറൻസ് ഫോഴ്സ് ആണ് ഈ പറയുന്നത് ഇ ക്യൂ പ്ലസ് ക്യൂ വി ബി പ്രൊവൈഡഡ് വി ആൻഡ് ബി ആർ പെർപെൻഡിക്കുലർ. ഈ ഒരു പ്രിൻസിപ്പിൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഒരു സൈക്ലോട്രോൺ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് സൈക്ലോട്രോണിൻ്റെ പ്രിൻസിപ്പിൾ എന്നുള്ളത് നമുക്ക് കാണാം. അപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ, ഈ ഒരു ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡിലേക്ക് നമ്മളൊരു ചാർജിനെ എക്സ്പോസ് ചെയ്യുന്നു. ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡിലേക്ക് ഒരു ചാർജിനെ എക്സ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ചാർജിന് ഇലക്ട്രിക് ഫീൽഡ് കൊണ്ടും ഒരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും, മാഗ്നറ്റിക് ഫീൽഡ് കൊണ്ടും ഒരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും. ഇതിൽ ഇലക്ട്രിക് ഫോഴ്സ്, അതായത് ഇലക്ട്രിക് ലോറൻസ് ഫോഴ്സ് എഫ് ഈക്വൽ ടു എഫ് ഇ, ഇലക്ട്രിക് ലോറൻസ് ഫോഴ്സ് ഇ ക്യു എന്ന് പറയുന്ന ഇലക്ട്രിക് ലോറൻസ് ഫോഴ്സ് ഇറ്റ് ചേഞ്ചസ് ദ സ്പീഡ് ഓഫ് ദ ചാർജ് പാർട്ടിക്കിൾ. അതായത് ഒരു ചാർജ് പാർട്ടിക്കിൾ വി വെലോസിറ്റിയിൽ എൻ്റർ ചെയ്താൽ ആ ചാർജ് പാർട്ടിക്കിളിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് ആക്ച്വലി ആരാണ് മക്കളെ? ഇറ്റ് ഈസ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ വെലോസിറ്റി വെക്ടർ. സോ ദാറ്റ് മീൻസ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ വെലോസിറ്റി വെക്ടർ ഓർ ദ സ്പീഡ് വിൽ ബി ക്രിയേറ്റഡ് ബൈ ദ ഇലക്ട്രിക് ലോറൻസ് ഫോഴ്സ്. പക്ഷേ മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ്, അതായത് എഫ് ബി വിച്ച് ഈസ് ഈക്വൽ ടു ക്യൂ വി ബി സൈൻ തീറ്റ, അല്ലെങ്കിൽ നിങ്ങൾ ക്യൂ വി ബി എന്ന് എടുത്തോ, ഇറ്റ് ചേഞ്ചസ് ദ ഡയറക്ഷൻ. അപ്പോൾ ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡിൽ നമ്മൾ ചാർജ് പാർട്ടിക്കിളിനെ എക്സ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ ഇലക്ട്രിക് ലോറൻസ് ഫോഴ്സ് കൊണ്ട് ചാർജിൻ്റെ സ്പീഡിൽ ചേഞ്ച് വരും, മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് കൊണ്ട് അതിൻ്റെ ഡയറക്ഷനിൽ ചേഞ്ച് വരും. അപ്പോൾ ഈ സ്പീഡ് എന്ന് പറയുന്ന ആരാ മക്കളെ? സ്പീഡ് ഈസ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ വെലോസിറ്റി വെക്ടർ. അപ്പോൾ രണ്ട് ഫീൽഡ് കൊണ്ടും ആ ചാർജർ പാർട്ടിക്കിളിന് ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടാകുന്നുണ്ട്. ഇലക്ട്രിക് ഫീൽഡിന് എന്ത് ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ? മാഗ്നിറ്റ്യൂഡ് ചേഞ്ച് ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ. വെലോസിറ്റി വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡ് ചേഞ്ച് ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ. അതേസമയം മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സിനാണെങ്കിൽ അതിൻ്റെ വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡിൽ ഒരു ചേഞ്ചും വരുത്താൻ പറ്റില്ല, ബട്ട് വെലോസിറ്റി വെക്ടറിൻ്റെ ഡയറക്ഷനിൽ വ്യത്യാസം വരുത്തും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ നമുക്ക് വിചാരിക്കാം ഒരു ചാർജർ പാർട്ടിക്കിൾ, ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുകയാണ്, ഒരു ചാർജർ പാർട്ടിക്കിൾ ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡിലേക്ക് പെർപെൻഡിക്കുലർ ആയിട്ട് എൻ്റർ ചെയ്യാണ് മക്കളെ, പെർപെൻഡിക്കുലർ ആയിട്ട് എൻ്റർ ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് രണ്ട് പേരുടെ ഇൻഫ്ലുവൻസ് നോക്കാം. അതായത് ഇലക്ട്രിക് ലോറൻസ് ഫോഴ്സിൻ്റെ ഇൻഫ്ലുവൻസും മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സിൻ്റെ ഇൻഫ്ലുവൻസും. ഇപ്പോൾ ഇവിടെ ഈ റീജിയനിൽ ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടെന്ന് വിചാരിക്കുക, ഇ എന്ന് പറയുന്ന ഇലക്ട്രിക് ഫീൽഡ്. ഇതിലേക്ക് ക്യൂ എന്ന് പറയുന്ന ചാർജ് ഏത് ഡയറക്ഷനിൽ എൻ്റർ ചെയ്താലും അതിന് കിട്ടുന്ന ഫോഴ്സ് എത്രയാണ്? ഇ ക്യൂ തന്നെയാണ്. വെദർ ഇറ്റ് ഈസ് പാരലൽ, ആൻറ്റി പാരലൽ ഓർ അറ്റ് ആൻ ആംഗിൾ തീറ്റ, ഇതിന് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഇലക്ട്രിക് ലോറൻസ് ഫോഴ്സ് എഫ് ഇസ് ഈക്വൽ ടു ഇ ക്യൂ ആണ്. അല്ലെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? ആക്സിലറേഷൻ എക്സ്പീരിയൻസ് ബൈ ദ പാർട്ടിക്കിൾ ഇസ് ഈക്വൽ ടു ഇ ക്യൂ ഡിവൈഡഡ് ബൈ എം ആയിരിക്കും. എം എ ഈക്വൽ ടു ഇ ക്യൂ, സോ എ ഈക്വൽ ടു ഇ ക്യൂ ഡിവൈഡഡ് ബൈ എം. അപ്പോൾ ആ ചാർജ് പാർട്ടിക്കിളിൻ്റെ ഫൈനൽ വെലോസിറ്റി if it enters at a velocity u, അതിൻ്റെ ഫൈനൽ വെലോസിറ്റി ആഫ്റ്റർ t സെക്കൻഡ്സ് വിൽ ബി എത്രയായിരിക്കും മക്കളെ? ഇത് കോൺസ്റ്റന്റ് അല്ലേ, ഇ ക്യൂ എം. അപ്പോൾ യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷൻ ആണെങ്കിൽ നമുക്ക് v ഈക്വൽ ടു യു പ്ലസ് എ ടി യൂസ് ചെയ്യാം. സോ ഇഫ് ഇറ്റ് എൻറ്റേഴ്സ് വിത്ത് ആൻ ഇനീഷ്യൽ വെലോസിറ്റി ഓഫ് u, ആഫ്റ്റർ എ ടൈം t ഇറ്റ്സ് വെലോസിറ്റി വിൽ ബി എത്ര വരും? ഇ ക്യൂ ഡിവൈഡഡ് ബൈ എം ഇൻറ്റു ടി എന്ന് വരും കുറച്ച് നേരം കഴിയുമ്പോൾ. ദിസ് ഇസ് ഡ്യൂ ടു ദ ഇലക്ട്രിക് ലോറൻസ് ഫോഴ്സ്. കാര്യം മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് എന്ത് നോക്കാം? മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് കൊണ്ട് ഇതിന് എന്ത് ചേഞ്ചാണ് വരുന്നത്? മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് എന്താണ് ചേഞ്ച് ചെയ്യുന്നത്? വെലോസിറ്റി വെക്ടറിൻ്റെ ഡയറക്ഷനാണ് മക്കളെ ചേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാം. ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾ ഒരു മാഗ്നറ്റിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആയിട്ട് എൻ്റർ ചെയ്യുന്നു എന്ന് വിചാരിക്കുക. ദിസ് റെപ്രസെൻറ്റ്സ് ദ മാഗ്നറ്റിക് ഫീൽഡ് ആൻഡ് എ ചാർജ്ഡ് പാർട്ടിക്കിൾ എൻറ്റേഴ്സ് പെർപെൻഡിക്കുലർലി. ചാർജ്ഡ് പാർട്ടിക്കിൾ പെർപെൻഡിക്കുലർ ആയിട്ട് എൻ്റർ ചെയ്യുന്ന സമയത്ത് നമുക്ക് നോക്കാം എന്താണ് അതിന് വരുന്ന മാറ്റം എന്ന് നോക്കാം. ഇങ്ങനെയാണ് മക്കൾ എൻ്റർ ചെയ്യുന്നത്. മാഗ്നറ്റിക് ഫീൽഡ് പോകുന്നത് റൈറ്റിലേക്ക് അല്ലെങ്കിൽ അലോങ് ദ പോസിറ്റീവ് എക്സ് ആക്സിസ്. ചാർജ്ഡ് പാർട്ടിക്കിൾ എൻ്റർ ചെയ്യുന്നത് ഇങ്ങനെയാണ്. നമുക്ക് ആ കളറൊന്ന് മാറ്റാം എന്ന് വിചാരിച്ചിട്ടാണ്
ഇതൊന്നും നമ്മൾ പതുക്കെ മാച്ച് കളഞ്ഞാൽ വേണ്ട. ഇതാണ് പാർട്ടിക്കിളിൻ്റെ വെലോസിറ്റി വെക്ടറിൻ്റെ ഡയറക്ഷൻ. അപ്പോൾ വെലോസിറ്റി വെക്ടർ വന്നു, വെലോസിറ്റി വെക്ടർ തന്നിട്ടുണ്ട്, മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ തന്നിട്ടുണ്ട്, ക്യൂ എന്ന് പറയുന്ന ചാർജ്ഡ് പാർട്ടിക്കിളാണ് എൻ്റർ ചെയ്യുന്നത്. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡിലേക്ക് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ആഫ്റ്റർ എൻ്ററിങ് ഇൻ ടു ദ മാഗ്നറ്റിക് ഫീൽഡ് അതിനെ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് എന്ന് വിളിക്കുന്നത്. അതിൻ്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ നമ്മുടെ അടുത്ത് വഴിയുണ്ടല്ലോ, ലെഫ്റ്റ് ഹാൻഡ് റൂൾ. എഫ് ഫോഴ്സ് ഉണ്ട്, മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്, കറണ്ട് ഉണ്ട്. ഒന്നുകിൽ നിങ്ങൾക്ക് എന്ത് യൂസ് ചെയ്യാം? FBI യൂസ് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ കറണ്ട് യൂസ് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ ആണെങ്കിൽ ഞാൻ എന്ത് പറഞ്ഞു തന്നിട്ടുണ്ട്? തമ്പ് റെപ്രസെൻറ്റ്സ് ദ ഫോഴ്സ് ആൻഡ് ദിസ് റെപ്രസെൻറ്റ്സ് ദ മാഗ്നറ്റിക് ഫീൽഡ് ആൻഡ് ദിസ് റെപ്രസെൻറ്റ്സ് ദ വെലോസിറ്റി, FBV എന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കേണ്ടത് ചാർജ്ഡ് പാർട്ടിക്കിൾ എൻ്റർ ചെയ്യുന്നത് മാഗ്നറ്റിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ്. ദിസ് റെപ്രസെൻറ്റ്സ് ദ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. ചാർജ്ഡ് പാർട്ടിക്കിളിൻ്റെ വെലോസിറ്റി വെക്ടറിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടാണ്? അപ്വേർഡ് ഡയറക്ഷൻ ആണ്. F ഉണ്ട്, B ഉണ്ട്, V ഉണ്ട്. അപ്പോൾ B ഇങ്ങോട്ടേക്കാണ്, മറ്റേ വെലോസിറ്റി വെക്ടറിൻ്റെ ഡയറക്ഷൻ അപ്വേർഡ് ആണ്. സോ ഫോഴ്സ് ആക്ടിങ് വിൽ ബി ഇൻ ടു ദ പ്ലെയിൻ ഓഫ് പേപ്പർ. ഫോഴ്സ് ആക്ടിങ് ഈസ് ഇൻ ടു ദ, എങ്ങനെയല്ലേ വരുന്നത്? ഇത് B, ഇത് V. സോ ഫോഴ്സ് വിൽ ബി ഇൻ ടു ദ പ്ലെയിൻ. അപ്പോൾ ഈ ചാർജ്ഡ് പാർട്ടിക്കിൾ, ഇപ്പം എൻ്റെ പേനയാണ് ചാർജ്ഡ് പാർട്ടിക്കിൾ എങ്കിൽ ഇവിടം വരെ അത് സ്ട്രൈറ്റ് ലൈൻ ആയിരിക്കും. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ മാഗ്നറ്റിക് ഫീൽഡിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ പാത്തിന് എന്ത് സംഭവിക്കും മക്കളെ? ഇറ്റ് വിൽ ബി ഇൻ ടു ദ പ്ലെയിൻ ഓഫ് പേപ്പർ. അതായത് ആ ചാർജ്ഡ് പാർട്ടിക്കിൾ എന്ത് ചെയ്യും? ഒരു സർക്കുലർ പാത്തിലേക്ക് അതിൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യേണ്ടി വരും. കാരണം ഇവിടെ ഫോഴ്സും വെലോസിറ്റിയുടെ, ഫോഴ്സ് വെക്ടറിൻ്റെയും വെലോസിറ്റി വെക്ടറിൻ്റെയും കാര്യം നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് എങ്ങോട്ടേക്കാണ്? ഇൻ ടു ദ പ്ലെയിൻ ആണ്. ഇങ്ങോട്ടേക്കല്ലേ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്? ഫോഴ്സ് ഈസ് ആക്ടിങ് ഇൻ ടു ദ പ്ലെയിൻ ആൻഡ് ദ വെലോസിറ്റി വെക്ടർ ഈസ് പെർപെൻഡിക്കുലർ ടു ദ ഫോഴ്സ്. ഫോഴ്സും വെലോസിറ്റിയും പെർപെൻഡിക്കുലർ ആണെങ്കിൽ ഫസ്റ്റ് ഇയറിൽ സർക്കുലർ മോഷനിൽ പഠിച്ചിട്ടുണ്ടാവും. വെനെവർ ദ ഫോഴ്സ് വെക്ടർ ആൻഡ് വെലോസിറ്റി വെക്ടർ ആർ പെർപെൻഡിക്കുലർ ദ പാത്ത് ഓഫ് ദ പാർട്ടിക്കിൾ വിൽ ബി ടേൺഡ് ഇൻ ടു എ സർക്കിൾ. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡിലേക്ക് എൻ്റർ ആയ ഉടനെ പാർട്ടിക്കിളിൻ്റെ പാത്ത് എന്തായിട്ട് മാറും? നേരെ ഒരു സർക്കിളായിട്ട് മാറും. സർക്കിളായിട്ട് മാറുന്നുവെങ്കിൽ that means the particle experiences some kind of centripetal force. ആ സെൻട്രിപെറ്റൽ ഫോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന ആളാണ് ആര്? നമ്മളിപ്പോൾ വരച്ച മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ്. ഇതാ ഉള്ളിലേക്ക് ആക്ട് ചെയ്യുന്ന മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് ആണ് അതിനെന്ത് കൊടുക്കുന്നത്? FB അല്ലെങ്കിൽ മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് ആണ് അതിനെ റൊട്ടേറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സെൻട്രിപെറ്റൽ ഫോഴ്സ് കൊടുക്കുന്നത്. ഈ FBയുടെ ഡയറക്ഷൻ ലെഫ്റ്റ് ഹാൻഡ് റൂൾ വെച്ച് കണ്ടുപിടിക്കാൻ പറ്റാത്ത ആൾക്കാർ വേണമെങ്കിൽ മക്കളെ Q × V × B വെച്ച് ചെയ്തോ. വെലോസിറ്റി ഏത് ആക്സിസിലാണ്? X ആക്സിസിലാണ്. മാഗ്നറ്റിക് ഫീൽഡ് വെലോസിറ്റി അല്ല, മാഗ്നറ്റിക് ഫീൽഡ് X ആക്സിസിലാണ്. ഇത് ഏത് ആക്സിസിലാണ് വരുന്നത്? Y ആക്സിസിലല്ലേ? J മുകളിലേക്കല്ലേ? അപ്പോൾ നമുക്ക് V × B എന്ന് പറയുമ്പോൾ J × I. J × I എന്ന് പറഞ്ഞാൽ -K അല്ലേ? സോ ഇൻ ടു ദ പ്ലെയിൻ ഓഫ് പേപ്പർ. അതുകൊണ്ടാണ് ഒന്നുകിൽ നിങ്ങൾക്ക് V × B ചെയ്യാം, അല്ലെങ്കിൽ FBV ക്ലോക്ക് വൈസ്. അങ്ങനെ ചെയ്താലും യു വിൽ ഗെറ്റ് ദ സെയിം ആൻസർ. അപ്പോൾ ഇതിനിപ്പോൾ കിട്ടുന്ന മാഗ്നറ്റിക് ഫീൽഡ് ലോറൻസ് ഫോഴ്സിൻ്റെ ഡയറക്ഷൻ നോക്കുകയാണെങ്കിൽ ഇൻ ടു ദ പ്ലെയിൻ ആണ്. ഈ മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നതുകൊണ്ടാണ്, അല്ലെങ്കിൽ ആ മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് വെലോസിറ്റി വെക്ടറിന് പെർപെൻഡിക്കുലർ ആയതുകൊണ്ടാണ് മക്കളെ അതിനെന്ത് കിട്ടുന്നത്? ഒരു സർക്കുലർ പാത്തിലേക്ക് റൊട്ടേറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സെൻട്രിപെറ്റൽ ഫോഴ്സ് കിട്ടുന്നത്. ഫസ്റ്റ് ഇയറിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, ഇൻ എവറി കേസ് ഓഫ് സർക്കുലർ മോഷൻ സെൻട്രിപെറ്റൽ ഫോഴ്സ് ഇസ് പ്രൊവൈഡഡ് ബൈ സം അതർ എക്സ്റ്റേണൽ ഫോഴ്സസ്. ഇവിടെ സെൻട്രിപെറ്റൽ ഫോഴ്സ് കൊടുക്കുന്ന ആരാണ്? മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് ആണ്. സോ ദാറ്റ് യു ക്യാൻ റൈറ്റ് ആസ് the required centripetal force mv²/r. ഇത് നേരെ ഇങ്ങനെ എൻ്റർ ചെയ്യും. ഇങ്ങനെ എൻ്റർ ആയ ഉടനെ ഇവിടെയാണ് മാഗ്നറ്റിക് ഫീൽഡ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. ഇറ്റ് എൻറ്റേഴ്സ് ദ മാഗ്നറ്റിക് ഫീൽഡ്. ആസ് സൂൺ ആസ് ഇറ്റ് എൻറ്റേഴ്സ് ദ മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു ദ ഫോഴ്സ് ആക്ടിങ് അലോങ് ദ പെർപെൻഡിക്കുലർ ഡയറക്ഷൻ, അതിൻ്റെ പാത്ത് നേരെ ഇങ്ങനെ വന്ന ആൾ, നേരെ പോയിരുന്ന ആൾ ഇങ്ങോട്ടേക്ക് വരും. അതായത് അതിൻ്റെ പാത്ത് എന്തായിട്ട് മാറും? സർക്കിളായിട്ട് മാറും. ഇത് ഫോഴ്സും വെലോസിറ്റി വെക്ടറും പെർപെൻഡിക്കുലർ ആയതുകൊണ്ട്. സപ്പോസ് മാഗ്നറ്റിക് ഫീൽഡും വെലോസിറ്റി വെക്ടറും തമ്മിലുള്ള ആംഗിൾ തീറ്റയാണെങ്കിൽ നമുക്ക് QVB എന്ന് എഴുതാൻ പറ്റില്ല, QVB sin θ എന്ന് എഴുതാൻ പറ്റുള്ളൂ. ആ സിറ്റുവേഷനിൽ അത് സർക്കുലർ പാത്ത് ആയിരിക്കില്ല, പകരം ഒരു ഹെലിക്കൽ പാത്തിലായിരിക്കും അത് ട്രാവൽ ചെയ്യുന്നത്. സോ ഇവിടെ നമുക്ക് എന്ത് പറയാം? നമ്മൾ എടുത്തിരിക്കുന്നത് എങ്ങനെയാണ്? QVB എന്ന് മാത്രമേ എടുത്തിട്ടുള്ളൂ. സോ mv²/r = QVB എന്ന് കിട്ടും. ദിസ് ഇസ് ദ പ്രിൻസിപ്പിൾ ബിഹൈൻഡ് ദ സൈക്ലോട്രോൺ. mv²/r = QVB. നമ്മൾ കഴിഞ്ഞിട്ടില്ല. ഇതാണ് ബേസിക് ആയിട്ടുള്ള കാര്യം. ഇലക്ട്രിക് ലോറൻസ് ഫോഴ്സും മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സും എങ്ങനെ ആക്ട് ചെയ്യുന്നു. ഇലക്ട്രിക് ലോറൻസ് ഫോഴ്സ് അത് എപ്പോഴും ഓർമ്മയിൽ ഉണ്ടാവേണ്ട കാര്യമാണ്. ഇലക്ട്രിക് ലോറൻസ് ഫോഴ്സ് സ്പീഡ് കൂട്ടും. മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് അതിൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്ത് എന്താക്കി കൊണ്ടുവരും? സർക്കുലർ പാത്താക്കി കൊണ്ടുവരും. സോ ഫർദർ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കാണുമ്പോൾ പ്രിൻസിപ്പിളൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് സൈക്ലോട്രോണിലേക്ക് പോവാം. സോ വി ഹാവ് mv²/r = QVB. ഓർ ആ വിയും V² ക്യാൻസൽ ചെയ്ത് കളഞ്ഞാൽ യു വിൽ ഗെറ്റ് R = എത്രയും മക്കളെ വരിക? mv/r
ക്യൂ ബി എന്ന് എഴുതാമല്ലോ. ആർ ഈക്വൽ ടു എം വി ഡിവൈഡഡ് ബൈ ക്യൂ ബി. ഇനിയിപ്പോൾ നമുക്കിവിടെ എം വിക്ക് പകരം വേണമെങ്കിൽ മൊമെൻറ്റം ഓഫ് ദ ചാർജ്ഡ് പാർട്ടിക്കിളാണ് ഡിവൈഡഡ് ബൈ ക്യൂ ബി എന്ന് എഴുതാം. ഇനിയിപ്പോൾ റേഡിയസ് കിട്ടി. ഇപ്പോൾ സർക്കുലർ പാത്തിലാണ് ഈ സംഭവം ട്രാവൽ ചെയ്യുന്നതെന്ന് നമുക്ക് മനസ്സിലായി. വിത്ത് എ റേഡിയസ് ഓഫ് ആർ, ക്യൂ ചാർജ് മൂവ്സ് വിത്ത് എ സ്പീഡ് ഓഫ് വി. സ്പീഡ് എന്തായാലും അവിടെ ഉണ്ട്. നമ്മൾ ലോറൻസ് ഫോഴ്സ് വരികയാണെന്നുണ്ടെങ്കിൽ ഈ സ്പീഡിൻ്റെ ഇലക്ട്രിക് ലോറൻസ് ഫോഴ്സ് വന്നാൽ സ്പീഡിൻ്റെ വാല്യൂ ചേഞ്ച് വരും. അപ്പോൾ ഇതിൻ്റെ റേഡിയസ് ഓഫ് സൈക്ലോട്രോൺ ആണ്, അല്ലെങ്കിൽ റേഡിയസ് ഓഫ് ദ കർവേച്ചർ ആണ് ഈ പറയുന്ന എം വി ബൈ ക്യൂ ബി എന്ന് വരുന്നത്. നമുക്കിനി കൂടുതലായിട്ട് കാണേണ്ടത് റേഡിയസ് കിട്ടി, സർക്കുലർ പാത്തിലാണ്. സോ വി കൻ കാൽക്കുലേറ്റ് ദ വാല്യൂ ഓഫ് ടൈം പീരീഡ്. ടൈം പീരീഡ് എത്ര മക്കളെ വരിക? 2πr. ടൈം പീരീഡ് എന്ന് പറയുമ്പോൾ ഡിസ്റ്റൻസ് ബൈ വെലോസിറ്റി അല്ലേ. ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽ എന്ന് പറയുമ്പോൾ 2πr ഡിവൈഡഡ് ബൈ വെലോസിറ്റി എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് തൽക്കാലത്തേക്ക് അതിന് 2πr എന്ന് തന്നെ എഴുതിയാൽ മതി. ഡിവൈഡഡ് ബൈ ഈ റേഡിയസിൻ്റെ വാല്യൂ ഒന്നുകൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടതാണ്. വെലോസിറ്റിയുടെ വാല്യൂ ഒന്നുകിൽ റേഡിയസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, അല്ലെങ്കിൽ വെലോസിറ്റി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. വെലോസിറ്റി ഇപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് വെലോസിറ്റിയുടെ വാല്യൂ എന്താ വരിക? ഫ്രം ദിസ് യു വിൽ ബി ഗെറ്റിംഗ് ആർ ഈക്വൽ ടു എം വി ബൈ ക്യൂ ബി ആണ്. സോ വെലോസിറ്റി ഈക്വൽ ടു ക്യൂ ബി ആർ ഡിവൈഡഡ് ബൈ എം എന്ന് വരും. ആ എം നേരെ മുകളിലേക്ക് പോകും, ആർ ക്യാൻസൽ ചെയ്ത് വരും. സോ ടൈം പീരീഡ് ഓഫ് ദ ചാർജ്ഡ് പാർട്ടിക്കിൾ ഇൻ ദ സർക്കുലർ പാത്ത് ഇസ് ഈക്വൽ ടു 2πm ഡിവൈഡഡ് ബൈ ക്യൂ ബി എന്ന് കിട്ടും. ദിസ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ഇക്വേഷൻ. ഒന്നുകിൽ ടൈം പീരീഡ് ആയിട്ട് പറയാം, ഓർ യു ക്യാൻ റൈറ്റ് ആസ് ഫ്രീക്വൻസി ഈക്വൽ ടു ക്യൂ ബി ഡിവൈഡഡ് ബൈ 2πm എന്ന് എഴുതാം. മക്കളെ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഇക്വേഷനാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചാർജ് പാർട്ടിക്കിളിൻ്റെ ടൈം പീരീഡ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദ റേഡിയസ് ഓഫ് കർവേച്ചർ. അതാണ് ഇവിടുത്തെ സൈക്ലോട്രോണിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് എത്രയൊക്കെ റേഡിയസ് വന്നാലും ഇത് ക്യൂ എന്ന് പറയുന്ന ചാർജ് പാർട്ടിക്കിളാണ്. ആ ചാർജ് പാർട്ടിക്കിളിൻ്റെ ടൈം പീരീഡ് ഡിപ്പെൻഡ് ചെയ്യുന്ന ആരെ മാത്രമേ ഉള്ളൂ? ഒന്ന് അതിൻ്റെ മാസ്, പിന്നെ അതിൻ്റെ ചാർജ്, പിന്നെ അതിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ്. ഇവിടെ നിങ്ങൾ ഇലക്ട്രിക് ഫീൽഡ് ഉപയോഗിച്ചുകൊണ്ട് ചാർജ് പാർട്ടിക്കിളുടെ വെലോസിറ്റി എത്ര കൂട്ടിയാലും മാഗ്നറ്റിക് ഫീൽഡ് ഉപയോഗിച്ചുകൊണ്ട് അതിൻ്റെ റേഡിയസിൽ എന്ത് ചേഞ്ച് വരുത്തിയാലും, ഇപ്പോൾ ഈ ആർ റേഡിയസിൽ കറങ്ങുന്ന ഒരു ചാർജ് പാർട്ടിക്കിൾ ആണെങ്കിലും ഇതേ ചാർജ് പാർട്ടിക്കിളിനെ നിങ്ങൾ ആർ ഡാഷ് എന്ന് പറയുന്ന ഒരു ഹയർ റേഡിയസിലേക്ക് കൊണ്ടുപോയാലും അതിൻ്റെ ടൈം പീരീഡ് എത്ര വരുള്ളൂ? 2πm ബൈ ക്യൂ ബി വരുള്ളൂ, പ്രൊവൈഡഡ് ദ മാഗ്നറ്റിക് ഫീൽഡ് ഷുഡ് റിമൈൻ കോൺസ്റ്റൻറ്റ്. അല്ല, മാഗ്നറ്റിക് ഫീൽഡ് കോൺസ്റ്റൻ്റ് ആയിരിക്കുന്നിടത്തോളം കാലം അതിൽ യാതൊരു ചേഞ്ചും വരില്ല. കാരണം മാസ് ഓഫ് ദ പാർട്ടിക്കിൾ കോൺസ്റ്റൻ്റ് ആണ്, ചാർജും കോൺസ്റ്റൻ്റ് ആണ്. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ടൈം പീരീഡും ഫ്രീക്വൻസിയും. അപ്പോൾ ടൈം പീരീഡ് ആണെങ്കിലും ഫ്രീക്വൻസി ആണെങ്കിലും അത് ആരിൽ ഡിപ്പെൻഡ് ചെയ്യില്ല? ചാർജ്ഡ് പാർട്ടിക്കിളിൻ്റെ റേഡിയസ് ഓഫ് കർവേച്ചറിലോ അല്ലെങ്കിൽ അതിൻ്റെ വെലോസിറ്റി വെക്ടറിലോ, ഐ മീൻ സ്പീഡിലോ അതിന് യാതൊരു ഡിപ്പെൻഡൻസും ഇല്ല. ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ മാസ്, ചാർജ് ആൻഡ് എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ്. ഇതാണ് സൈക്ലോട്രോണിൻ്റെ ഒരു പ്രിൻസിപ്പിളായിട്ട് വരുന്നത്. പറഞ്ഞ കാര്യം മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കും. അപ്പോൾ ടൈം പീരീഡ് കിട്ടി, വെലോസിറ്റി കിട്ടി. ഇനിയിപ്പോൾ നമുക്ക് ആ ചാർജർ പാർട്ടിക്കിളിൻ്റെ എനർജി എങ്ങനെ കണ്ടുപിടിക്കാം? ഇപ്പോൾ ചാർജർ പാർട്ടിക്കിൾ ഇപ്പോൾ ഇതിലേക്ക് എൻ്റർ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ സ്പീഡ് കൂടുന്നു എന്ന് നമ്മൾ പറഞ്ഞു. സ്പീഡ് ചേഞ്ച് ചെയ്യുന്നത് ആരാണ്? നേരത്തെ പറഞ്ഞ ഇലക്ട്രിക് ലോറൻസ് ഫോഴ്സ് ആണ് അതിൻ്റെ സ്പീഡിൽ ചേഞ്ച് വരുന്നത്. മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സിന് സ്പീഡിലൊന്നും ചേഞ്ച് വരുത്താൻ പറ്റില്ല. അതിന് ആ ചാർജർ പാർട്ടിക്കിളിൻ്റെ പാത്തിനെ എന്താക്കി മാറ്റാനേ പറ്റുള്ളൂ? സർക്കുലർ ആക്കി മാറ്റാനേ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് അതിൻ്റെ ആ ചാർജർ പാർട്ടിക്കിളിൻ്റെ കൈനറ്റിക് എനർജി എങ്ങനെയാണെന്ന് നോക്കാം. കൈനറ്റിക് എനർജി സപ്പോസ് റെസ്റ്റിലാണ് തുടങ്ങുന്നതെങ്കിൽ ഈ ചാർജ് പാർട്ടിക്കിളിനെ ആ ഫീൽഡിൽ നമ്മൾ റെസ്റ്റിലാണ് കൊണ്ടുപോയി വെക്കുന്നതെങ്കിൽ ഇനീഷ്യൽ വെലോസിറ്റി 0 ആണ്. സോ ഫൈനൽ വെലോസിറ്റി നമുക്ക് 80 എന്ന് പറയാം. ആക്സിലറേഷനൊക്കെ ഓൾറെഡി നമ്മൾ കഴിഞ്ഞ ഇതിൽ പറഞ്ഞതല്ലേ. അപ്പോൾ കൈനറ്റിക് എനർജി നമ്മൾ എങ്ങനെ മക്കൾ എഴുതുന്നത്? കൈനറ്റിക് എനർജി ഓഫ് ദ ചാർജർ പാർട്ടിക്കിൾ അറ്റ് എനി ഇൻസ്റ്റൻറ്റ് ഇസ് ഹാഫ് ഇൻറ്റു mv² ആണ്. സോ ദാറ്റ് മീൻസ് ഹാഫ് ഇൻറ്റു മാസ് ഇൻറ്റു വി. അവിടെ ഉണ്ട് റേഡിയസ് ഓഫ് സൈക്ലോട്രോണിൽ നിന്ന് നമുക്ക് വിക്ക് പകരം എന്ത് എഴുതാം? വി ഇസ് ഈക്വൽ ടു ക്യൂ ബി ആർ ഡിവൈഡഡ് ബൈ എം അല്ലേ. അപ്പോൾ v² എന്ന് പറഞ്ഞാൽ q² b² r² ഡിവൈഡഡ് ബൈ m² എന്ന് വരും. ദാറ്റ് മീൻസ് നമുക്ക് എന്ത് എഴുതാം? m ആൻഡ് m² ക്യാൻസൽ ചെയ്ത് കളഞ്ഞാൽ കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു q² b² r² ഡിവൈഡഡ് ബൈ 2m എന്ന് വരും. QBR എന്ന് പറഞ്ഞാൽ ആരാ മക്കളെ? QBR എന്ന് പറഞ്ഞാൽ QBR റെപ്രസെൻറ്റ്സ് മാസ് ഇൻറ്റു വെലോസിറ്റി അല്ലെങ്കിൽ മൊമെൻറ്റം, ഓർ നമ്മളുടെ ജനറൽ ഇക്വേഷൻ ആയിട്ട് നിങ്ങൾക്ക് അതിനെ എഴുതാം p² ഡിവൈഡഡ് ബൈ 2m, വേർ മൊമെൻറ്റം ഓഫ് ദ ചാർജ് പാർട്ടിക്കിൾ ഈസ് QBR. ഇതൊന്ന് ഓർമ്മിച്ച് വെക്കുന്നത് നല്ലതാണ്. സോ അപ്പോൾ ചാർജ് പാർട്ടിക്കിളിൻ്റെ കൈനറ്റിക് എനർജിയാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഇറ്റ് ഈസ് q² b² r² ഡിവൈഡഡ് ബൈ 2m. ഇവിടെ QBM കോൺസ്റ്റൻ്റ് ആണ്. റേഡിയസ് ഓഫ് ദ പാർട്ടിക്കിൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്?
ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. സോ കൈനറ്റിക് എനർജി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ആർ സ്ക്വയർ ആണ്, വൈ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എക്സ് സ്ക്വയർ എന്ന് പറയുന്ന ഫോർമാറ്റിൽ. ഇതെല്ലാം കോൺസ്റ്റൻ്റ് ആണ്, ആർ സ്ക്വയർ മാത്രമേ വാരി ചെയ്യുള്ളൂ. ഇതപ്പോൾ വൈ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞ ഫോർമാറ്റിലാണ് നിൽക്കുന്നത്. സോ നമ്മളവിടെ ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ ഒരു ഓപ്പൺ പരാബോളയായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. എക്സ് ആക്സിസിൽ കൈനറ്റിക് എനർജീനെയും ഇതാ ഗ്രാഫ് വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഡിസ്റ്റൻസ് ആറ്, ഇവിടെ കൈനറ്റിക് എനർജി. ഇവിടെ നമുക്ക് ഗ്രാഫ് വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഓപ്പൺ പരാബോളയാണ് നമുക്ക് കിട്ടുന്നത്. ബിക്കോസ് കൈനറ്റിക് എനർജി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എക്സ് സ്ക്വയർ ആയതുകൊണ്ട് അതൊന്ന് ഓർമ്മിച്ച് വെച്ചോളൂ. കാരണം കൈനറ്റിക് എനർജി ഡിപ്പെൻഡ്സ് ഓൺലി അപ്പോൺ റേഡിയസ് ഓഫ് ദ പാത്ത്. ഈ ഒരു കാര്യം ഇതാണ് നമ്മളുടെ സൈക്ലോട്രോണിൻ്റെ ഒരു ബേസിക് പ്രിൻസിപ്പിളായിട്ട് വരുന്നത്. ഇനി നമുക്ക് കാണേണ്ടത് പ്രിൻസിപ്പിൾ അല്ല, പകരം എങ്ങനെയാണ് ഒരു സൈക്ലോട്രോണിൻ്റെ വർക്കിംഗ് നടക്കുന്നത് എന്നുള്ള കാര്യമാണ് നമുക്ക് കാണേണ്ടത്. ഓക്കെ മക്കളെ, ഈ കൊടുത്തിരിക്കുന്നത് ഈ പറഞ്ഞ സൈക്ലോട്രോണിൻ്റെ ഒരു സ്കീമാറ്റിക് ഡയഗ്രാമാണ്, അല്ലാതെ യഥാർത്ഥത്തിലുള്ള റെപ്രസെൻറ്റേഷൻ ഒന്നുമല്ല. നമുക്ക് പഠിക്കാൻ വേണ്ടി ജസ്റ്റ് അതിനൊന്ന് മെയിൻ കാര്യങ്ങൾ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ട് വരച്ചിട്ടുള്ള ഒരു ഡയഗ്രാം, അതാണ് ഇപ്പോൾ ഇതിൽ പറയുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് വേണ്ടത് ഒരു ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡുമാണ്. പെർപെൻഡിക്കുലറായിട്ട് ആക്ട് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും. ഇവിടെ നമുക്ക് കണ്ടാൽ തന്നെ അറിയാം മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ നേരെ താഴേക്കാണ്, നോർത്ത് പോളിൽ നിന്ന് സൗത്ത് പോളിലേക്കാണ് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ വരുന്നത്. ഇപ്പോൾ നമ്മളിരിക്കുന്ന ഈ മുറിയുടെ അപ്പർ സൈഡ് റൂഫ് നോർത്ത് പോളായിട്ടും ഫ്ലോറ് സൗത്ത് പോളായിട്ടും വിചാരിക്കുക. അതിനിടയിലായിട്ട് നമ്മൾ എന്ത് വയ്ക്കുന്നു? ഒരു ഡി ഷേപ്പിലുള്ള രണ്ട് മെറ്റൽ ക്യാവിറ്റീസ് വയ്ക്കുന്നു. ഇതൊരു ഡി ഷേപ്പിലുള്ളതാണ്. ഞാൻ അതിൻ്റെ അപ്പർ വ്യൂ അടുത്ത് കാണിച്ചു തരാം. ഇത് ഒരു ഡി ഷേപ്പിലുള്ള ക്യാവിറ്റിയാണ്, ഇത് അപ്പുറത്തെ ഒരു ഡി ഷേപ്പിലുള്ള ക്യാവിറ്റി. ഈ രണ്ട് ക്യാവിറ്റിയുടെ നടുക്കിലായിട്ട് ഈ പോയിന്റിൽ നമ്മളൊരു ചാർജർ പാർട്ടിക്കിളിനെ വെച്ചിട്ടുണ്ടെന്ന് വിചാരിച്ചു. നൗ ദ ചാർജർ പാർട്ടിക്കിൾ ഈസ് അറ്റ് റെസ്റ്റ്. ഞാൻ എന്ത് ചെയ്യുന്നു? അതിപ്പോൾ ഒരു പോസിറ്റീവ് ചാർജ് ആണെന്ന് നമുക്ക് വിചാരിക്കാം. ഈ രണ്ട് ഡീസ് ഉണ്ടല്ലോ, ഈ രണ്ട് ഡീസിൽ നിന്നും ഞാൻ ഓരോ കണക്ഷൻ എടുക്കുകയാണ്. ഓരോ വയർ കണക്ഷൻ എടുത്തിട്ട് അതിനെ ഞാനൊരു എ സി സോഴ്സുമായിട്ട് കണക്ട് ചെയ്യുന്നു. ഈ രണ്ട് ഡീസിൽ നിന്നും വയർ എടുത്തിട്ട് അതിനെ ഒരു എ സി സോഴ്സുമായിട്ട് കണക്ട് ചെയ്യുന്നു. എ സി സോഴ്സിൻ്റെ പ്രത്യേകത നിങ്ങൾക്ക് അറിയില്ലേ മക്കളെ? ഓരോ സെക്കൻഡിലും പലതവണ അതിൻ്റെ ഡയറക്ഷൻ മാറിക്കൊണ്ടിരിക്കും. അതായത് ഒരു പർട്ടിക്കുലർ മൊമെൻറ്റിൽ ഇത് പോസിറ്റീവ് ആണെങ്കിൽ ആ മൊമെൻറ്റിൽ ഇത് നെഗറ്റീവ് ആയിരിക്കും. തൊട്ടടുത്ത മൊമെൻറ്റിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ ഡയറക്ഷൻ നേരെ മാറും. ഇത് അടുത്ത മൊമെൻറ്റിൽ ദിസ് വിൽ ബിക്കം നെഗറ്റീവ് ആൻഡ് ദിസ് വിൽ ബിക്കം പോസിറ്റീവ്. അതായത് ഈ ഡീസിൻ്റെ പോളാരിറ്റി ഓരോ മൊമെൻറ്റിലും മാറിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ എ സി ഉപയോഗിക്കുന്നത്. സപ്പോസ് നിങ്ങൾ ഡി സി ആണ് കണക്ട് ചെയ്തിരുന്നെങ്കിൽ ഇത് പോസിറ്റീവ് ആണെങ്കിൽ എപ്പോഴും പോസിറ്റീവായിട്ടും ഇത് നെഗറ്റീവ് ആണെങ്കിൽ എപ്പോഴും നെഗറ്റീവായിട്ടും ഇരിക്കും. സോ ഡീസിൻ്റെ പൊളാരിറ്റി മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇതിനെ എ സിയുമായിട്ട് കണക്ട് ചെയ്യുന്നത്. സോ ഓരോ മൊമെൻറ്റിലും ഈ പറയുന്ന ഡി ക്യാവിറ്റിയുടെ പൊളാരിറ്റി മാറിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ആലോചിച്ചാൽ മതി, നമ്മുടെ റൂഫാണ് നോർത്ത് പോള്, ഫ്ലോറാണ് സൗത്ത് പോള്. സോ മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ആക്ടിങ് ഇൻ ദ ഡൗൺവേർഡ് ഡയറക്ഷൻ. ഇപ്പോൾ നമ്മുടെ മുറിയിൽ ഇവിടെ ഒരു ഡി വെച്ചിട്ടുണ്ട്, ഇവിടെ ഒരു ഡി വെച്ചിട്ടുണ്ട്. ഡി എന്ന് ഉദ്ദേശിക്കുന്നത് ഡീസ് എന്ന് പറയാൻ കാരണം അതിന് ക്യാപിറ്റൽ ലെറ്റർ ഡിയുടെ ഷേപ്പിലുള്ള ഒരു ക്യാവിറ്റിയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ക്യാവിറ്റി വെച്ചിട്ടുണ്ട്, ഈ രീതിയിലൊരു ക്യാവിറ്റി വെച്ചിട്ടുണ്ട്. അതിൻ്റെ നടുക്കിലുള്ള സ്പേസിലാണ് ക്യൂ എന്ന് പറയുന്ന ചാർജർ പാർട്ടിക്കിളിനെ വെക്കുന്നത്. നൗ ഇപ്പോൾ നമ്മൾ സ്വിച്ച് ഓൺ ചെയ്തിട്ടില്ല കേട്ടോ, എ സി ആയിട്ട് കണക്ട് ചെയ്തിട്ടില്ല. നൗ ദിസ് ചാർജ് എക്സ്പീരിയൻസസ് ഓൺലി ഇലക്ട്രിക് ഫോഴ്സ് ഓർ മാഗ്നറ്റിക് ഫോഴ്സ്. ഏതാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഇപ്പോൾ ചാർജർ പാർട്ടിക്കിൾ റെസ്റ്റിലല്ലേ മക്കളെ? സ്വിച്ച് ഓൺ ചെയ്താലല്ലേ ഇതിനകത്ത് ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവുള്ളൂ. ഇപ്പോൾ സ്വിച്ച് ഓൺ ചെയ്തിട്ടില്ല, ചാർജർ പാർട്ടിക്കിൾ മൂവ് ചെയ്യാനും തുടങ്ങിയിട്ടില്ല. സോ ഇപ്പോൾ ഈ മൊമെൻറ്റിൽ അതിന് എക്സ്പീരിയൻസ് ചെയ്യുന്ന ടോട്ടൽ ഫോഴ്സ് 0 ആണ്. കാരണം മൂവ് ചെയ്താലേ മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് കിട്ടുള്ളൂ. ഈ ഡീസിൻ്റെ ഇടയിൽ ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടെങ്കിലേ അതിന് ലോറൻസ് ഫോഴ്സ് കിട്ടുള്ളൂ. നൗ ദ ടോട്ടൽ ഫോഴ്സ് എക്സ്പീരിയൻസ് ബൈ ദ ചാർജ് 0 ആണ്. ഞാൻ എന്ത് ചെയ്തു? സ്വിച്ച് ഓൺ ചെയ്തു. സ്വിച്ച് ഓൺ ചെയ്താൽ ക്യൂ എന്ന് പറയുന്ന ചാർജ്, ഈ രണ്ട് ഡീസിനും ഓരോ പൊളാരിറ്റി ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഞാൻ വിചാരിക്കുന്നത് ഇപ്പോൾ സ്വിച്ച് ഓൺ ചെയ്ത മൊമെൻറ്റിൽ ഈ ഡി പോസിറ്റീവായിട്ടും ഈ ഡി നെഗറ്റീവായിട്ടും മാറി. ആ ഒരു മൊമെൻറ്റിലെ കാര്യമാണ് പറയുന്നത്. മൊമെൻ്റ് എന്ന് പറയുന്നതിനേക്കാളും വേഗത്തിൽ ആ പൊളാരിറ്റി മാറിക്കൊണ്ടേയിരിക്കും. ഒരു സെക്കൻഡിൽ നമുക്കറിയാം മിനിമം 50 തവണ എ സിയുടെ ഫ്രീക്വൻസി മാറി, 50 സൈക്കിൾസ് പെർ സെക്കൻഡാണ്. അതായത് ഒരു സെക്കൻഡിൽ 50 തവണയെങ്കിലും അതിൻ്റെ ഡയറക്ഷൻ മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ഓരോ മൊമെൻറ്റിലും അതുകൊണ്ടാണ് ഇത്രയും ഫാസ്റ്റായിട്ട് നമുക്ക് ചാർജ് പാർട്ടിക്കിളിനെ പുറത്തേക്ക് എടുക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇപ്പോൾ ഓൺ ചെയ്യുന്ന മൊമെൻറ്റിൽ ഈ ഡി പോസിറ്റീവായിട്ടും ഇപ്പുറത്തെ ഡി നെഗറ്റീവായിട്ടും ഇരിക്കുകയാണെന്ന് വിചാരിച്ചോ. അപ്പോൾ ഇത് പോസിറ്റീവ് ചാർജ് അല്ലേ? ഞാൻ എടുത്തിരിക്കുന്നത് പോസിറ്റീവ് ചാർജ് കേട്ടോ. പോസിറ്റീവ് ചാർജാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ആ പോസിറ്റീവ് ചാർജ് എടുത്തു കഴിഞ്ഞാൽ ആ പോസിറ്റീവ് ചാർജിന് ഈ ഡിയിൽ നിന്ന് ഒരു റിപ്പൽഷനും ഇപ്പുറത്തെ ഡിയിൽ നിന്ന് ഒരു അട്രാക്ഷനും അല്ലേ മക്കളുണ്ടാവുക. സോ ദാറ്റ് മേക്സ് ദ ചാർജ് പാർട്ടിക്കിൾ ടു സ്റ്റാർട്ട് ദ മോഷൻ ടുവേഴ്സ്
ഇതിനെ ഞാൻ D2 എന്നും ഇതിനെ ഞാൻ D1 എന്നും വിളിക്കുകയാണ്. സോ അറ്റ് ദ മൊമെന്റ് ഓഫ് ടേണിംഗ് ഓൺ ദ സ്വിച്ച് ദ പോസിറ്റീവ് ചാർജ് എക്സ്പീരിയൻസസ് attractive force from D2 and a repulsive force from D1, so that makes the charged particle moving. പക്ഷേ മൂവ് ചെയ്താൽ ഒരു പ്രശ്നമുണ്ട്, ഇറ്റ് കനോട്ട് മൂവ് ഇൻ എ സ്ട്രൈറ്റ് ലൈൻ. കാരണം ഇത് മൂവ്മെന്റ് തുടങ്ങി എന്ന് വിചാരിക്കാം മക്കളെ. മൂവ്മെന്റ് തുടങ്ങിക്കഴിഞ്ഞാൽ വെലോസിറ്റി വെക്ടർ എന്താണ്, ഈ മാഗ്നറ്റിക് ഫീൽഡ് വെക്ടറിന് പെർപെൻഡിക്കുലർ ആണ്. കാരണം ഇതാ ഞാൻ നിൽക്കുന്ന സ്ഥലത്താണ്, ഞാനാണ് ആ ചാർജ് പാർട്ടിക്കിൾ എന്ന് വിചാരിച്ചോ. എൻ്റെ മുകളിലായിട്ട് നോർത്ത് പോൾ ഉണ്ട്, താഴെയായിട്ട് സൗത്ത് പോൾ ഉണ്ട്. റൈറ്റ് സൈഡിൽ ഒരു D ഉണ്ട്, ലെഫ്റ്റ് സൈഡിൽ ഒരു D ഉണ്ട്. ഈ D പോസിറ്റീവ് ആണ്, ഇപ്പോൾ പോസിറ്റീവ് ആണ്. ഇത് ഈ ഇപ്പുറത്തെ സൈഡിൽ D നെഗറ്റീവ് ആണ്. ഞാൻ സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ പോസിറ്റീവ് ടെർമിനലുണ്ട്, നെഗറ്റീവ് ടെർമിനലുണ്ട്. എൻ്റെ ചാർജ് പോസിറ്റീവ് ആയതുകൊണ്ട് എനിക്ക് എങ്ങോട്ടേക്ക് മൂവ് ചെയ്യാനുള്ള ടെൻഡൻസിയാണ് ഉണ്ടാവുക, നെഗറ്റീവിലേക്ക് മൂവ് ചെയ്യാനുള്ള ടെൻഡൻസിയാണ് ഉണ്ടാവുക. പക്ഷേ ഞാൻ നെഗറ്റീവിലേക്ക് മൂവ് ചെയ്യുന്ന സമയത്ത് മക്കളെ നിങ്ങളൊന്ന് ആലോചിച്ചോ, ഐ എം എക്സ്പോസ് ടു ദ മാഗ്നറ്റിക് ഫീൽഡ് വിച്ച് ഇസ് ആക്ടിങ് ഡൗൺവേർഡ്സ്. അപ്പോൾ എനിക്ക് ഡൗൺവേർഡ് ആയിട്ടൊരു മാഗ്നറ്റിക് ഫീൽഡ് വരുമ്പോൾ ഞാൻ മൂവ് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ വെലോസിറ്റി വെക്ടറും മാഗ്നറ്റിക് ഫീൽഡ് വെക്ടറും എങ്ങനെയാണ്, പെർപെൻഡിക്കുലർ ആണ്. വെലോസിറ്റി വെക്ടറും മാഗ്നറ്റിക് ഫീൽഡ് വെക്ടറും പെർപെൻഡിക്കുലർ ആണെങ്കിൽ ഐ എക്സ്പീരിയൻസ് എ മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ്. അതിൻ്റെ ഡയറക്ഷൻ കണ്ടുപിടിച്ചൂടെ? അപ്പോൾ നോക്കിക്കോ, എന്നെ ആ ചാർജ് പാർട്ടിക്കിളായിട്ട് വിചാരിക്കുക, മാഗ്നറ്റിക് ഫീൽഡ് താഴേക്കാണ്, എൻ്റെ മൂവ്മെൻറ്റ് എങ്ങോട്ടേക്കാണ് വരുന്നത്, ഇങ്ങോട്ടേക്കല്ലേ വരുന്നത്, ലെഫ്റ്റിലേക്കല്ലേ. ഇതാണ് ലെഫ്റ്റ് സൈഡ്. അപ്പോൾ ലെഫ്റ്റ് സൈഡിലേക്കാണ് എനിക്ക് മൂവ്മെൻറ്റ് വരുന്നത്. കാരണം ഇത് പോസിറ്റീവും ഇപ്പുറത്തെ നെഗറ്റീവുമാണ്. അപ്പോൾ നമുക്ക് വെലോസിറ്റി വെക്ടറിൻ്റെ ഡയറക്ഷൻ കിട്ടി, മാഗ്നറ്റിക് ഫീൽഡ് വെക്ടറിൻ്റെ ഡയറക്ഷൻ കിട്ടി. സോ വാട്ട് വി ക്യാൻ ഡിറ്റർമിൻ ദ ഡയറക്ഷൻ ഓഫ് ദ ലോറൻസ് ഫോഴ്സ്. വെലോസിറ്റി വെക്ടർ എങ്ങോട്ടേക്കാണ്, നമുക്ക് എഫ് ബി വി ലെഫ്റ്റ് ഹാൻഡ് റൂൾ വെച്ച് കണ്ടുപിടിക്കാം. ഫോഴ്സിൻ്റെ ഡയറക്ഷൻ അറിയില്ല. മാഗ്നറ്റിക് ഫീൽഡ് ആക്ട് ചെയ്യുന്ന എങ്ങോട്ടേക്കാണ് മക്കളെ, നേരെ താഴേക്കാണ്. സോ മാഗ്നറ്റിക് ഫീൽഡ് ആക്ടിങ് ഡൗൺവേർഡ്സ്, ദ ചാർജ് പാർട്ടിക്കിൾ at the first moment, very first moment of turning on the switch, it moves towards the left hand side. അപ്പോൾ ഈ ഡയറക്ഷനിലാണ് അതിൻ്റെ വെലോസിറ്റി വെക്ടർ വരുന്നത്. സോ ഫോഴ്സ് എങ്ങോട്ടേക്കാണ് വരിക, ഫോഴ്സ് ഇങ്ങോട്ടേക്കാണ്, നിങ്ങൾക്ക് നേരെയാണ് ഫോഴ്സ് വരുന്നത്. അതായത് ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ആക്ടിങ് അലോങ് ദ ഡൗൺവേർഡ് ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ മക്കളെ അത് -J അല്ലേ, ഇറ്റ് ഈസ് -J. പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്നത് എങ്ങോട്ടേക്കാണ്, പോസിറ്റീവ് പാർട്ടിക്കിൾ ആയതുകൊണ്ട് അതിനെങ്ങോട്ടേക്ക് മൂവ് ചെയ്യാനുള്ള ടെൻഡൻസിയാണ്, ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്യാനുള്ള ടെൻഡൻസിയാണ് ഉണ്ടാവുക. സോ വെലോസിറ്റി വെക്ടറിൻ്റെ ഡയറക്ഷൻ വരുന്നത് എങ്ങോട്ടേക്കാണ്, -I അല്ലേ. അപ്പോൾ നമുക്ക് V×B എടുത്തു കഴിഞ്ഞാൽ വെലോസിറ്റി വെക്ടർ അറിയാം. V×B എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എന്താ, വെലോസിറ്റി വെക്ടറിന് വരുന്നത് V ആണ്. സോ -I×-J എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് K. സോ ദ ചാർജ് പാർട്ടിക്കിൾ മൂവിങ് ടുവേർഡ്സ് യു. അതായത് ഞാൻ ഇവിടെ നിൽക്കുകയാണ്, ഞാനാണ് ചാർജ് പാർട്ടിക്കിൾ, എനിക്ക് നെഗറ്റീവ് ഡിയിലേക്ക് ഒരു അട്രാക്ഷൻ ഉണ്ടാവും. അപ്പം ഞാൻ മൂവ് ചെയ്ത് തുടങ്ങുമ്പോൾ തന്നെ ഐ എക്സ്പീരിയൻസ് എ ലോറൻസ് ഫോഴ്സ്. സോ അങ്ങോട്ടേക്ക് പോകേണ്ട ഞാൻ എന്തായി, നേരെ ഇങ്ങോട്ടേക്ക് തിരിയും. അതായത് എൻ്റെ പാത്ത് എന്തായിട്ട് മാറും, ഒരു സർക്കുലർ പാത്തായിട്ട് മാറും. അപ്പം അങ്ങനെ സർക്കുലർ പാത്തായിട്ട് ഞാൻ എങ്ങോട്ടേക്ക് എത്തി, ഞാനൊരു ഇങ്ങനെ തുടങ്ങിയിട്ട് ഒരു സർക്കുലർ പാത്ത് വഴി ഈ ഡിയിലെത്തി. പക്ഷേ ഒരു പ്രശ്നമുണ്ട്, ഈ ഡിയിലെത്തുമ്പോഴേക്കും AC ഫ്രീക്വൻസി മാറി ഈ D2 പോസിറ്റീവ് ടെർമിനലായിട്ടും D1 നെഗറ്റീവ് ടെർമിനലായിട്ടും മാറും. അപ്പോൾ ഇതിന് ഫർദർ D1ലേക്ക് ഒരു അട്രാക്ഷൻ ഉണ്ടാവും. അപ്പോൾ D1ലേക്ക് അട്രാക്ഷൻ ഉണ്ടായി കഴിഞ്ഞാൽ അതിനൊരിക്കലും എങ്ങനെ മൂവ് ചെയ്യാൻ പറ്റില്ല, സ്ട്രൈറ്റ് ലൈൻ ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റില്ല. കാരണം അതിൻ്റെ വെലോസിറ്റി വെക്ടർ എപ്പോഴും എങ്ങനെ നിൽക്കുള്ളൂ, മാഗ്നറ്റിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആയിട്ട് നിൽക്കുള്ളൂ. സോ അത് എന്ത് പാത്ത് ചൂസ് ചെയ്യും, ഒരു സർക്കുലർ പാത്ത് ചൂസ് ചെയ്ത് D1ലേക്ക് വരും. D1ലേക്ക് എത്തിയ അതേ മൊമെൻറ്റിൽ തന്നെ അല്ലെങ്കിൽ അതിനേക്കാൾ മുന്നേ തന്നെ AC പൊളാരിറ്റി മാറിയിട്ടുണ്ടാവും. സോ എഗെയിൻ അത് എന്ത് പാത്തിലേക്ക് പോകേണ്ടി വരും, ഒരു സർക്കുലർ പാത്തിലേക്ക് പോകേണ്ടി വരും. സോ ഓരോ തവണയും AC ഡയറക്ഷൻ മാറുന്നതിനനുസരിച്ച് ഈ സ്പൈറലിൻ്റെ റേഡിയസ് അങ്ങനെ ഗ്രാജുവലി കൂടി വരും. ഈ സ്പൈറലിൻ്റെ റേഡിയസ് കൂടാൻ കാരണമുണ്ട് മക്കളെ, അത് നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ട്. കാരണം ടൈം പീരീഡ് ഓഫ് ദ ചാർജ്ഡ് പാർട്ടിക്കിൾ എത്രയായിരുന്നു, ദാറ്റ് ഈസ് 2πm/QB ആയിരുന്നു. അതിന് കോൺസ്റ്റന്റ് ടൈം പീരീഡിൽ എന്ത് ചെയ്യണം, ഈ സർക്കുലർ പാത്ത് കവർ ചെയ്യണം. സോ എത്രയൊക്കെ റേഡിയസ് കൂടിക്കോട്ടെ, അപ്പോൾ അതിൻ്റെ ടൈം പീരീഡിൽ യാതൊരു വ്യത്യാസം ഉണ്ടാവില്ല. നമുക്ക് നോക്കാം ആ ടൈം പീരീഡിൻ്റെ കാര്യം ഇവിടെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഇവിടെ എന്തുകൊണ്ട് ഇൻക്രീസിങ് റേഡിയസിലുള്ള ഒരു സ്പൈറൽ പാത്ത് വരുന്നു എന്നുള്ളത് നോക്കാം. കാരണം ഈ പാർട്ടിക്കിൾ ഒരു ഡിയിൽ നിന്ന് അടുത്ത ഡിയിലേക്ക് പോകുമ്പോൾ അതിൻ്റെ സർക്കുലർ പാത്ത് അല്ലെങ്കിൽ അതിൻ്റെ ടൈം പീരീഡ് കോൺസ്റ്റൻ്റ് ആണ്. കോൺസ്റ്റൻ്റ് ടൈമേ അതിന് അവൈലബിൾ ആയിട്ടുള്ളൂ. അപ്പോൾ ടൈം കോൺസ്റ്റൻ്റ് ആണ്. ഈ ഒരു പർട്ടിക്കുലർ ടൈമിൽ തന്നെ അതിനെന്ത് ചെയ്യേണ്ടി വരും, നേരത്തെ പറഞ്ഞ തെറ്റിപ്പോയി, ഈ ഒരു ടൈം പീരീഡിൽ തന്നെ അതിന് സർക്കുലർ മോഷൻ കംപ്ലീറ്റ് ചെയ്യേണ്ടി വരും. ഈ പാർട്ടിക്കിളിന് കോൺസ്റ്റൻറ്റ് ടൈമിൽ ടൈം പീരീഡ് സർക്കുലർ മോഷൻ കംപ്ലീറ്റ് ചെയ്യണം. പിന്നെ ഒരു കാര്യമുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ
ഓരോ റൊട്ടേഷൻ കഴിയുമ്പോഴും എന്ത് കൂടിക്കൂടി വരും? റേഡിയസ് ഓഫ് ദ പാത്ത് കൂടിക്കൂടി വരും. നമ്മൾ സാധാരണ വെലോസിറ്റി കാൽക്കുലേറ്റ് ചെയ്യാറുള്ളത് സർക്കുലർ പാത്ത് ആണെങ്കിൽ സ്പീഡ് ഈക്വൽ ടു 2πr/t അല്ലേ മക്കളെ? ടൈം പീരീഡ് കോൺസ്റ്റന്റ് ആണ്. റേഡിയസ് ആണെങ്കിൽ കൂടി വരുന്നുണ്ട്. സോ ആ ടൈം പീരീഡിനെ കോൺസ്റ്റന്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ വാട്ട് ദ ചാർജ് പാർട്ടിക്കിൾ ക്യാൻ ഡു ഇസ് ടു ഇൻക്രീസ് ദ സ്പീഡ്. അതായത് സ്പീഡ് കൂടുന്നു, പാർട്ടിക്കിൾ ആക്സിലറേറ്റ് ചെയ്യപ്പെടുന്നു, അല്ലെങ്കിൽ ഇറ്റ് ഈസ് റൈസ്ഡ് ടു എ ഹയർ ലെവൽ ഓഫ് കൈനറ്റിക് എനർജി. അങ്ങനെയാണ് ഒരു സൈക്ലോട്രോണിനകത്ത് പാർട്ടിക്കിളിൻ്റെ ആക്സിലറേറ്റർ അല്ലെങ്കിൽ ആക്സിലറേഷൻ നടക്കുന്നത്, അല്ലെങ്കിൽ അതൊരു ഹയർ എനർജി ലെവലിലേക്ക് എലവേറ്റ് ചെയ്യപ്പെടുന്നത്. ഇവിടെ ഓരോ തവണയും കഴിയുമ്പോൾ അതിന് ഒരേ ടൈം കുറവാണ്. അതായത് ഈ ഡിയിൽ നിന്ന് ഇപ്പോൾ D1 നേരെ D2ലേക്ക് എത്തി. D2ലേക്ക് എത്തിയപ്പോഴേക്കും എന്തായി? ഈ പറഞ്ഞ ഡീസിൻ്റെ പൊളാരിറ്റി മാറി. സോ അതിനെവിടേക്ക് തിരിച്ചു വരണം? D1ലേക്ക് തിരിച്ചു വരണം. അപ്പോൾ എന്തുകൊണ്ട് സ്പൈറൽ പാത്ത് വരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാഗ്നറ്റിക് ഫീൽഡ് പെർപെൻഡിക്കുലർ ആണ്. മാഗ്നറ്റിക് ഫീൽഡ് പെർപെൻഡിക്കുലർ ആയതുകൊണ്ട് ഓരോ തവണയും അത് ഒരു ഡിയിൽ നിന്ന് അടുത്ത ഡിയിലേക്ക് പോകുമ്പോൾ അതിന് കൂടുതൽ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യേണ്ടി വരുന്നു. കൂടുതൽ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യേണ്ടി വരിക എന്ന് പറഞ്ഞാൽ അവിടെ ഈ സർക്കുലർ പാത്തിൻ്റെ റേഡിയസ് കൂടി വരിക എന്നല്ല അതിൻ്റെ മീനിങ്. പക്ഷേ അവിടെ എന്ത് കോൺസ്റ്റൻ്റ് ആണ്? വെലോസിറ്റി അല്ലെങ്കിൽ ടൈം പീരീഡ് കോൺസ്റ്റൻ്റ് ആണ്. റേഡിയസ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ടു മെയിൻറ്റെയിൻ ദ ടൈം പീരീഡ് ആസ് കോൺസ്റ്റൻറ്റ് എന്ത് ഇൻക്രീസ് ചെയ്യേണ്ടി വരും? വെലോസിറ്റി ഇൻക്രീസ് ചെയ്യേണ്ടി വരും. ഇതാണ് ഞാൻ പറഞ്ഞു വന്നതിൻ്റെ സാരം. ഇനി അതിൻ്റെ ഒരു വേറൊരു വ്യൂ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇങ്ങനെ നോക്കാം. ഇത് ഞാൻ വരച്ചതാണ്, അതിപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. ഇപ്പോൾ ഇത് ഒരു D ആണ്, D1 ആണ്, ഇത് D2 ആണ്. മക്കളെ ഇപ്പുറത്തെ സൈഡിൽ സൗത്ത് പോളും അപ്പുറത്തെ സൈഡിൽ നോർത്ത് പോളും ആണ്. അത് ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടി പറഞ്ഞെന്ന് മാത്രം. അതിപ്പോൾ മാച്ച് കളയാണെങ്കിൽ വേണ്ട, അവിടെ കിടന്നോട്ടെ, അതിൽ കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ ഇവിടെയാണ് ആ ചാർജ് പാർട്ടിക്കിൾ ക്യൂ ഇരിക്കുന്നത്. മാഗ്നറ്റിക് ഫീൽഡ് എങ്ങോട്ടേക്കാണ്? നോർത്ത് പോൾ അപ്പുറത്താണ്. ഇപ്പം നേരത്തെ വരച്ചതിനെ ഞാൻ ഇങ്ങോട്ടേക്കൊന്ന് മാറ്റി വരച്ചു എന്ന് മാത്രം. നമുക്ക് ഈ ഡീസിൻ്റെ ഒരു സ്ട്രക്ചർ അറിയാൻ വേണ്ടി വരച്ചു എന്ന് മാത്രം. ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഇപ്പുറത്തെ സൈഡിൽ സൗത്ത് പോളും അപ്പുറത്തെ സൈഡിൽ നോർത്ത് പോളുമാണ്. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് വരുന്നത് ഇങ്ങോട്ടേക്കാണ് വരുന്നത്. നോർത്തിൽ നിന്ന് സൗത്തിലേക്കാണ് മാഗ്നറ്റിക് ഫീൽഡ് വരുന്നത്. നേരെ ഈ ഒരു അപ്പ് ഡൗൺ ഡയറക്ഷനിൽ വരച്ച് ഞാൻ ഇങ്ങനെ വരച്ചു എന്ന് മാത്രം. ഇതാണ് ആ ഡീനെ നമ്മൾ മേലെ നിന്ന് ഒബ്സർവ് ചെയ്യുകയാണ്. ഡീനെ മേലെ നിന്ന് ഒബ്സർവ് ചെയ്യുമ്പോൾ അപ്പുറത്ത് നോർത്ത് പോളും ഇപ്പുറത്ത് സൗത്ത് പോളും. സോ മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ആക്ടിങ് ടുവേഴ്സ് യു. ഇനി ഇതിലൊന്ന് നോക്കിയേ, ചാർജ് പാർട്ടിക്കിൾ നിങ്ങൾ സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് മൊമെൻറ്റിൽ ഇത് പോസിറ്റീവും ഇത് നെഗറ്റീവും ആയി. അപ്പോൾ ഈ ക്യൂവിന് എങ്ങോട്ടേക്ക് പോകാനുള്ള ടെൻഡൻസി ഉണ്ടാവും, ഇങ്ങോട്ടേക്ക്. പക്ഷേ അത് നേരെ പോകാൻ പറ്റില്ല, കാരണം മാഗ്നറ്റിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആയതുകൊണ്ട് അത് നേരെ ഇങ്ങോട്ടേക്ക് വരും. സർക്കുലർ പാത്തിൽ ഇങ്ങോട്ടേക്ക് വരും. പക്ഷേ സർക്കുലർ പാത്തിൽ ഇങ്ങോട്ടേക്ക് വന്നപ്പോഴേക്കും എന്താ സംഭവിച്ചത്? ഈ ചെറുതായിട്ട് വരയ്ക്കാം. സർക്കുലർ പാത്തിൽ ജസ്റ്റ് ഇങ്ങോട്ടേക്ക് വന്നപ്പോഴേക്കും ഡിയുടെ പൊളാരിറ്റി മാറി. ഇത് പോസിറ്റീവായി, ഇത് നെഗറ്റീവായി. അപ്പോഴും ഈ ചാർജ്ഡ് പാർട്ടിക്കിളിൻ്റെ വെലോസിറ്റി വെക്ടർ എന്തിന് പെർപെൻഡിക്കുലർ ആണ്? മാഗ്നറ്റിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആണ്. സോ അതിന് എങ്ങനെ തിരിച്ചു വരേണ്ടി വരും? നേരെ ഇങ്ങോട്ടേക്ക് വരാൻ പറ്റില്ല. സോ ഇറ്റ് ഹാസ് ടു റിസീവ് ഓർ ഇറ്റ് ഹാസ് ടു ആക്സെപ്റ്റ് എ സർക്കുലർ പാത്ത് ഓഫ് ഹയർ റേഡിയസ്. സോ അതിൻ്റെ പാത്ത് ഇങ്ങനെയായിട്ട് മാറും. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ വീണ്ടും ഇവിടെ ഡീസിൻ്റെ പൊളാരിറ്റി മാറും. AC കണക്ട് ചെയ്യുന്നതുകൊണ്ടാണ്. അപ്പോൾ ഇത് തിരിച്ച് ഇപ്പുറത്തേക്ക് വരും. ഇപ്പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ എന്തായിട്ട് മാറും? പൊളാരിറ്റി മാറുമ്പോൾ അതിന് ഹയർ റേഡിയസിലേക്ക് പോകേണ്ടി വരും. സോ ഇതേ കാര്യം തന്നെയാണ് ഞാൻ പറഞ്ഞത്. അതിൻ്റെ ടൈം പീരീഡ് എന്ന് പറയുന്നത് ഒരിക്കലും എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. T ഈക്വൽ ടു 2πm/QB ആയതുകൊണ്ട് ടൈം പീരീഡ് കോൺസ്റ്റൻ്റ് ആണ്. എത്ര റേഡിയസ് വന്നാലും അതിന് ഇത്ര സമയം മതി. ടൈം പീരീഡ് കോൺസ്റ്റൻ്റ് ആയിരിക്കും. കാരണം എന്താ? വെലോസിറ്റി കൂടുന്നുണ്ട്. അപ്പോൾ കാരണം റേഡിയസ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, അതായത് ഡിസ്റ്റൻസ് ട്രാവലിൽ കൂടുന്നുണ്ട്. ബട്ട് ടൈം പീരീഡ് കോൺസ്റ്റൻ്റ് ആക്കണമെങ്കിൽ അതിന് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം സ്പീഡ് ഗ്രാജുവലി ഇൻക്രീസ് ചെയ്ത് വരലാണ്. ഇതാണ് സൈക്ലോട്രോണിൻ്റെ പിന്നിലുള്ള പ്രിൻസിപ്പിൾ. ഇതിൻ്റെ ഇക്വേഷൻ നമ്മൾ ആദ്യം പറഞ്ഞ സൈക്ലോട്രോൺ റേഡിയസ് ഒക്കെ പൊതുവെ ഇപ്പോൾ കീമിലും നീറ്റിലൊക്കെ ചെറിയ സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാറുണ്ട്. പക്ഷേ ഈ സൈക്ലോട്രോണിൻ്റെ പ്രിൻസിപ്പിളും അതുപോലെ തന്നെ വർക്കിങ്ങും അത് ബോർഡ് എക്സാമിന് ബോത്ത് CBSE ആൻഡ് സ്റ്റേറ്റ് സിലബസ് രണ്ടിനും ചോദിക്കാറുള്ളതാണ്. അപ്പോൾ അത് ഞാനിത് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഈ രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ കാരണം ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്താലേ നിങ്ങൾ ബുക്ക് വായിച്ചു നോക്കുള്ളൂ. ഞാൻ ഇതിൽ ഓരോന്നിനും പ്രത്യേകം സ്ലൈഡൊക്കെ വരച്ച് കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നാൽ അപ്പോൾ നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് റെഫർ ചെയ്യില്ല. ഇതേ പർപ്പസ് കൊണ്ട് തന്നെയാണ് ഞാൻ NCERTയിലെ ക്വസ്റ്റ്യൻസ് നമ്മൾ എക്സസൈസ് ചെയ്യുന്ന സമയത്ത് ആ ക്വസ്റ്റ്യൻ നമ്പർ മാത്രം പറയുന്നത്. ഇതിനെ ഞാൻ പറഞ്ഞ ഐഡിയ മനസ്സിൽ വെച്ചുകൊണ്ട് ഇപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള സെൻറ്റൻസിൽ പരീക്ഷയ്ക്ക് ചോദിക്കുമ്പോൾ എഴുതാൻ പറ്റും. അതിൻ്റെ ക്വസ്റ്റ്യൻസിൻ്റെ കാര്യമൊക്കെ ഇതിൽ നിന്നൊക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഇതിൻ്റെ എക്സ്ട്രാക്ട് എന്താണെന്നുള്ളത് മനസ്സിലാക്കി വയ്ക്കുക. ഡയഗ്രാം സ്വയം വരച്ച് പഠിക്കണം. ഇത് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്, അതായത് 5 മാർക്കിൻ്റെ ഒക്കെ ക്വസ്റ്റ്യൻസ് ആയിട്ട് കാണുന്നതാണ്. എക്സ്പ്ലെയിൻ ദ മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് ആൻഡ് ദ വർക്കിംഗ് ഓഫ് ദ സൈക്ലോട്രോൺ എന്ന് പറഞ്ഞിട്ട് ഒരു 2+3 അല്ലെങ്കിൽ 2+4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ടൊക്കെ ബോർഡ് എക്സാമിൽ ചോദിക്കുന്നതാണ്.
അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇതാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞിരിക്കും, ഞാനിപ്പോൾ ഒരു പിക്ചർ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആ പിക്ചറിലേക്ക് മാത്രമേ നിങ്ങളുടെ ശ്രദ്ധ പോവുള്ളൂ. അല്ലെങ്കിൽ അവിടെ ഒരു സ്ലൈഡ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഗ്രാഫിക്സ് ഒക്കെ വരച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഗ്രാഫിക്സ് മാത്രം അല്ലെങ്കിൽ അതിൻ്റെ ഒരു വീഡിയോ മാത്രമേ നിങ്ങളുടെ മനസ്സിലുണ്ടാവുള്ളൂ. നിങ്ങൾ ചെയ്യേണ്ടത് നമ്മളുടെ പരീക്ഷയ്ക്ക് നിങ്ങൾ വരച്ച് പഠിച്ചു തന്നെ പറ്റുള്ളൂ. അപ്പോൾ ആ രീതിയിൽ ടെക്സ്റ്റ് ബുക്ക് നോക്കി ആ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്ന ഡയഗ്രാം വരച്ച് പഠിക്കണം. എന്നാലേ നമുക്ക് ഫർദറായിട്ട് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ അത് യൂസ്ഫുൾ ആവുള്ളൂ. നമുക്ക് തിയറി നമ്മൾ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ചെയ്തു. ഇനി അതിൽ പറയാനായിട്ട് വലിയ തിയറി സെക്ഷൻസ് ഒന്നുമില്ല. നമുക്ക് എന്തായാലും നിങ്ങൾക്കിപ്പോൾ കോമൻറ്റിയം ഡിസ്കഷൻ തുടങ്ങിയിട്ടുള്ളത് കൊണ്ട് എക്സസൈസ് 2 കോമൻറ്റിയം ഡിസ്കഷൻ ഇഷ്ടംപോലെ ഇതിൽ 10-60 ക്വസ്റ്റ്യനോളം ഉണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത സെഷനിൽ NCERT എന്നുള്ള കുറച്ച് എക്സാമ്പിളും കൂടെ ഡിസ്കസ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ചാപ്റ്റർ അങ്ങോട്ട് വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.